സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ആശ്വാസമാണ് സിദ്ദിഖിനുണ്ടായിരിക്കുന്നത്. താൽക്കാലിക ആശ്വാസമാണെങ്കിൽ പോലും 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് പാടില്ല എന്ന് പറയുന്നുണ്ട്. അന്വേഷണവുമായി സഹകരിക്കണം എന്നുകൂടി പറയുന്നു. പ്രാഥമികമായ ഒരു പരിശോധന മാത്രമാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇന്ന് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അതിൻ്റെ മെറിറ്റിലേക്കൊന്നും ഇന്ന് കോടതി കടന്നിട്ടില്ല. അത്തരത്തിലേക്ക് 2016 നടന്ന ഒരു സംഭവമാണ്. അതിൽ ഇത്രയും കാലം എന്തു ചെയ്യുകയായിരുന്നു ഒരു ചോദ്യം സംസ്ഥാന സർക്കാരിനോട് കോടതി ഉന്നയിക്കുകയും അതിൽ വിശദീകരണം നൽകാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും അശ്വിൻ പാലാഴിയിലേക്ക് പോകുന്നു. അശ്വിൻ, അവിടെ നിലവിൽ ആരുമില്ല എന്നാണ് അശ്വിൻ പറഞ്ഞത്. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ? അനുജ, എന്തായാലും ഈ വീട് സുപ്രധാന സ്ഥലം തന്നെയാണ്. കാരണം ഈ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ ഇവിടെ നിന്നാണ് സിദ്ദിഖ് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് തിരികെ വരാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല. ഏത് നിമിഷവും സിദ്ദിഖിൻ്റെ ഒരു വരവ് ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും പക്ഷേ വീട്ടിൽ നിലവിൽ ആളുകൾ ഉള്ളതായി നമുക്ക് ഒരു വിവരമില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. വീടിനുള്ളിലും ആരുമില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കതകെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ സിദ്ദിഖിൻ്റെ മകൻ്റെ വീടാണിത്. സാധാരണഗതിയിൽ സിദ്ദിഖ് ഇവിടെയാണ് താമസിക്കാറുള്ളതും. അതുകൊണ്ട് തന്നെ ഈ നിലവിലിപ്പോൾ നോട്ട് ടു അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വന്നതോടുകൂടി എന്തായാലും സിദ്ദിഖ് ഇനി പുറത്തേക്ക്, ഈ ഒളിവിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ആ വരവ് ഇങ്ങോട്ടേക്കാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ വീടിന് വലിയ പ്രാധാന്യവുമുണ്ട്. ഇതുകൂടാതെ ആലുവ കുട്ടമശ്ശേരിയിലാണ് മറ്റൊരു വീടുള്ളത്. അവിടെ കുടുംബ വീടാണ്. അവിടേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇനി എന്തായാലും കൊച്ചിയിലേക്ക് എപ്പോഴാണ് സിദ്ദിഖ് എത്തുക എന്നുള്ള സുപ്രധാന ചോദ്യമാണ് അവശേഷിക്കുന്നത്. എന്തായാലും പടമുകളിലെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും സിദ്ദിഖ് എത്താം എന്നുള്ളൊരു സൂചനകൾ തന്നെയാണ് അനുജ ലഭിക്കുന്നത്. പടമുകളിലെ വസതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് അശ്വിൻ പാലാഴി നൽകിയത്. നിലവിൽ അവിടെ ആരും എത്തിയിട്ടില്ല. അങ്ങോട്ടേക്ക് സിദ്ദിഖ് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് അശ്വിൻ പാലാഴി നൽകിയ വിവരം. എസ് വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിൻ്റെ മെറിറ്റിലേക്ക് കടന്നാൽ പോലും അതിൽ വീണ്ടും ഒരു അറസ്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നൊക്കെ. പക്ഷേ വളരെ ഗുരുതരമായ വകുപ്പുകളാണ് ഈ കേസിൽ ചുമത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. തെളിവുകളുണ്ട്. കൂടാതെ ഏത് തരത്തിലേക്കാണ് ഈ അതിജീവിത പിന്നീട് ഒരു മാനസിക സമ്മർദ്ദം അനുഭവിച്ചത്, ചികിത്സയ്ക്ക് പോകേണ്ടി വന്നത്, ഇത്തരം കുറേ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. എങ്കിൽ പോലും അതിന് മെറിറ്റിലേക്ക് പോകുമ്പോഴും എന്ത് സംഭവിക്കാമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് കടക്കുക അസാധ്യം എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, വളരെ ഒരുപക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇന്ന് മുകുൾ റോത്തക്കി കോടതിയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്ന അതേഴ്സ് ഗോട്ട് ബെയിൽ ആൻഡ് ഐ ആം റെഫ്യൂസ്ഡ്. എ കംപ്ലൈൻറ്റ് വാസ് ലോഡ്ജ്ഡ് ഇൻ 2024 ആഫ്റ്റർ 8 years. There are some Facebook posts just because I am a well-known actor. He is a famous actor. He will be available for probe. റോത്തക്കി സെഡ്. ഇതാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നടന്നൊരു വാദം. ഇതിൽ മുകുൾ റോത്തക്കി കേന്ദ്രീകരിച്ചത് മുഴുവൻ ഈ 8 വർഷത്തെ കാലപരിധിയാണ്. പക്ഷേ മറ്റുള്ളവർക്ക് ജാമ്യം കിട്ടി. അതേഴ്സ് ഗോട്ട് ബെയിൽ, ഐ ആം റെഫ്യൂസ്ഡ്. മറ്റു കേസുകളെ പോലല്ല ഇത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ അനുജ ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ മറ്റു കേസുകളിൽ ഉള്ളതിനേക്കാൾ തെളിവുകൾ ഈ കേസിലുണ്ട്. ഇതിൽ പറയുന്ന മൊഴികൾ ഇപ്പോൾ ഹൈക്കോടതി സൂചിപ്പിച്ചുവല്ലോ, സാഹചര്യ തെളിവുകൾ ഈ പ്രതിക്കെതിരാണ്. സാഹചര്യ തെളിവുകൾ പ്രതിക്കെതിരാണ്. അതിജീവിതയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിലുള്ളത്. സാഹചര്യ തെളിവുകൾ, ഈ ഹോട്ടലിൽ അദ്ദേഹം എത്തിയിരുന്നു, ഈ പരാതിക്കാരി എത്തിയിരുന്നു, രജിസ്റ്ററിൽ പേരുണ്ട്. ആ മുറിയിലൂടെ നോക്കിയാൽ ഈ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂള് കാണാം എന്ന് പരാതിക്കാരിയുടെ മൊഴിയിൽ പറഞ്ഞിരുന്നു. ശരിയാണ്, ആ ഹോട്ടൽ റൂമിലൂടെ നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂള് കാണാം. ഇതിനുശേഷം ഈ പരാതിക്കാരി അവർക്ക് നേരിട്ട കൊടിയ ദുരവസ്ഥ അവരുടെ സുഹൃത്തിനോട് വിശദീകരിച്ചിരുന്നു. ആ സുഹൃത്ത് പറഞ്ഞു, ശരിയാണ്, അവരെന്നോട് പറഞ്ഞിരുന്നു. അതിനുശേഷം അവർക്ക് ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾ നേരിട്ടു. അവർ അതിന് ട്രീറ്റ്മെൻറ്റിൽ പോയി. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സമയത്ത് ഡോക്ടർ അത് സാധൂകരിക്കുന്നുണ്ട്. ഈ പറയുന്നതൊക്കെ സാഹചര്യ തെളിവുകളാകെ ഈ പ്രതിക്കെതിരാണ്. ഇത് ഹൈക്കോടതി സത്യത്തിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഘട്ടത്തിലൊന്നും ഇത്രത്തോളം ആഴത്തിൽ കോടതികൾ പോകാറില്ല. പക്ഷേ ഈ കേസ് സാങ്കേതികമായി കുറച്ച് പോകേണ്ട ഒരു ഘട്ടമുണ്ട്. കാരണം പഴയ പരാതി, പഴയ കേസാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കോടതി കുറച്ച് അതിന് മെറിറ്റിലേക്ക് പോയി ഈ അന്വേഷണ സംഘം ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്ത് പ്രഥമ ദൃഷ്ട്യാ ഒരു കേസുണ്ട്, അതാണല്ലോ പ്രധാനം. ഇപ്പോൾ ഒരു പ്രതിക്ക് ജാമ്യം നിഷേധിക്കണമെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ ഒരു കേസുണ്ടോ എന്നതാണ് നോക്കുന്നത്. ഇതാ ഇവിടെ പ്രഥമ ദൃഷ്ട്യാ ഒരു കേസുണ്ട്. അത് സ്ട്രോങ് കേസാണെന്ന് കോടതി കണ്ടെത്തിയപ്പോഴാണ് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ, കസ്റ്റഡിയിലെടുത്തൊരു പ്രതിയെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്ന് പറയുന്നത്. ഇവിടെ സുപ്രീം കോടതിയിൽ ഈ കേസുകളുടെ ബാഹല്യമുണ്ട്. നമുക്കറിയില്ല, ഇത്രയും ഡീറ്റെയിൽ ആർഗ്യുമെൻറ്റ് നടക്കില്ല. അതുകൊണ്ട് ചുരുക്കത്തിൽ റോത്തക്കി വളരെ ഭംഗിയായി ഈ വിഷയത്തിൽ അതിൻ്റെ മെറിറ്റിലേക്ക് പോകാതെ അതേഴ്സ് ഗോട്ട് ബെയിൽ, ഐ ആം റെഫ്യൂസ്ഡ് എന്നതിലേക്ക്, എന്ന് വെച്ചാൽ മറ്റുള്ളവർക്കെല്ലാം ബെയിൽ കിട്ടിയപ്പോൾ എനിക്കത് നിരസിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മറ്റുള്ള കേസുകളുമായും ഈ കേസിനെ അദ്ദേഹം വളരെ ലാഘവത്തോടെ താരതമ്യം ചെയ്തു.
അദ്ദേഹം സുപ്രീം കോടതിയിലെ ഒരു പ്രഗത്ഭനായ അഡ്വക്കേറ്റാണ്. തൻ്റെ കക്ഷിക്ക് ജാമ്യം വാങ്ങിച്ചു കൊടുക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ കടമ. അദ്ദേഹം അത് വിദഗ്ധമായി തന്നെ ചെയ്തു. അത് തന്നെയല്ല, ദർ ആർ സം ഫേസ്ബുക്ക് പോസ്റ്റ്, നമുക്കറിയാം അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാം. നമ്മളുടെ മുന്നിൽ ഹൈക്കോടതി ജഡ്ജ്മെന്റ് കിടക്കുന്നുണ്ട്. ജസ്റ്റ് ബിക്കോസ് ഐ ആം എ വെൽ നോൺ ആക്ടർ, ഹീസ് എ ഫേമസ് ആക്ടർ, ഹി വിൽ ബി അവൈലബിൾ ഫോർ പ്രോബ്. അപ്പോൾ റോത്തക്കി വളരെ ഭംഗിയായി അത് പറഞ്ഞ് അവസാനിപ്പിച്ചു. അതിനിടയിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു സർക്കാർ അതിൽ എന്താ ഒരു പ്രോസിക്യൂട്ടറുടെ ഇടപെടൽ അവിടെ എത്രത്തോളം ഉണ്ടായി എന്ന് എനിക്കറിയില്ല. പിന്നീട് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ആണ് ആ വിവരമാണ് പിന്നീട് നമ്മൾ അറിയുന്നത്. അതിൽ കോടതിയും അത് പറയുന്നുണ്ട്, ഇത് ചോദ്യം ചെയ്യലിന് ഹാജരാകണം, ആവശ്യമെങ്കിൽ ഇഷ്യൂ നോട്ടീസ്. In the meantime, there shall be no arrest of the petitioner on the condition by trial court and subject to him joining the investigation. അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം ഒരു അന്വേഷണവുമായി സഹകരിക്കണം എന്നത് ഇത്തരം കേസുകളിൽ അത് കോടതികൾ പറയാറുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇനി വിചാരണ കോടതിക്ക് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ അത് പറയാം, അതല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇത് വളരെ സാധാരണ ഒരു കേസായി റോത്തക്കി അത് സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചു. മറ്റുള്ളവർക്ക് ജാമ്യം കിട്ടി, എനിക്ക് ജാമ്യം കിട്ടിയില്ല എന്ന് പറയുന്നു. ആ നിലയിൽ ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 ഡിസംബർ 31 സർക്കാരിൻ്റെ കയ്യിൽ കിട്ടി. അടുത്ത 5 വർഷം എന്ത് ചെയ്തു എന്ന ചോദ്യം ഹൈക്കോടതി ചോദിക്കുകയും അതിൻ്റെ പേരിൽ സർക്കാരിനെ ഈ ജഡ്ജ്മെൻറ്റിൽ തന്നെ വിമർശിക്കുകയും ചെയ്തതാണ്. സ്വാഭാവികമായും ഈ കാലതാമസം എന്നത് നമ്മൾ ഈ കാണുന്ന ഈ പരാതിക്കാരി പരാതി കൊടുത്താൽ നിങ്ങളൊക്കെ പരാതി കൊടുത്താൽ ആര് പരിഗണിക്കാനാണ്? എനിക്കാണ് സ്വാധീനമെന്ന് പരാതിക്കാരിയോട് ഈ നടൻ പറഞ്ഞു എന്നത് ആ പരാതിക്കാരി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ കോടതിയെ സമീപിക്കാതിരുന്നത്, പോലീസിനെ സമീപിക്കാതിരുന്നതിന് അവർക്കൊരു ന്യായമുണ്ട്. അങ്ങനെ പരാതി കൊടുത്താൽ അതിന്മേൽ എന്ത് നടപടി ഉണ്ടാകുമെന്നത് ആശങ്കയോടെ കണ്ടതാണ് അവർ. ഇവിടെ ഈ അന്വേഷണ സംഘം വന്നതിന് ശേഷം പിന്നീട് അതും കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഈ പരാതിയെല്ലാം പരിഗണിച്ച് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ അവർ പറഞ്ഞത്, ഇപ്പോൾ കോടതിയുടെ വിധി വന്നതോടെ എനിക്ക് ആത്മവിശ്വാസമുണ്ട്, നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് എന്നവർ പറഞ്ഞതാണ്. അപ്പോഴും നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഈ ഉത്തരവ് വന്നതിൻ്റെ അന്ന് ഈ പരാതിക്കാരുടെ കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പറഞ്ഞത്, ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വന്ന മുതൽ ആ വിധി വരുന്നത് വരെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു നിയമ തടസ്സവും ഉണ്ടായിരുന്നില്ല. ഒരു പോലീസുകാരൻ സിദ്ദിഖിൻ്റെ വീട്ടിൽ പോയി സിദ്ദിഖ് അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചില്ല, മൊഴിയെടുത്തില്ല. ഈ കേസിലെ മറ്റ് സാഹചര്യങ്ങൾ സിദ്ദിഖിന് ഒരു പ്രതി എന്ന നിലയിൽ ഒരു തരത്തിലുള്ള നിയമപരമായ ഇടപെടലും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അത് ഗുരുതര വീഴ്ചയാണെന്ന് പറയുന്നു. ഈ പ്രതിക്ക് ഫ്രീ ആയി എവിടെയും സഞ്ചരിക്കുന്നതിന് പറ്റുമായിരുന്നു, കസ്റ്റഡിയിലെടുക്കുന്നതിന് നിയമപരമായ തടസ്സമില്ല. തന്നെയുമല്ല, ഈ വിധി വരുമെന്ന് പറഞ്ഞ് തലേദിവസം നമുക്കറിയാം കോടതികൾ ലിസ്റ്റ് ചെയ്യാറുണ്ട്. ജഡ്ജ്മെൻറ്റ് എന്ന നിലയിൽ ഈ കേസ് ലിസ്റ്റ് ചെയ്ത ശേഷം സ്വാഭാവികമായും ഇതിലെ പ്രതി എവിടെ ഉണ്ടെന്നൊരു അന്വേഷണം നടത്തുമായിരുന്നു. അതും നടത്തിയിരുന്നില്ല. തലേദിവസം അദ്ദേഹം കൊച്ചിയിലുണ്ടായിരുന്നു.